ഇന്ത്യയുടെ വ്യോമയാന ചരിത്രം വളർച്ചകളുടെയും നേട്ടങ്ങളുടെയും കഥകൾക്കൊപ്പം വലിയ ദുരന്തങ്ങളുടെ കറുത്ത അധ്യായങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഈ വിമാന അപകടങ്ങൾ രാജ്യത്തെ ഒന്നടങ്കം നടുക്കുകയും വ്യോമയാന സുരക്ഷയെക്കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ്റെ പിഴവുകൾ, സാങ്കേതിക തകരാറുകൾ, പ്രതികൂല കാലാവസ്ഥ, ഭീകരാക്രമണങ്ങൾ തുടങ്ങിയ വിവിധ കാരണങ്ങളാലാണ് ഈ ദുരന്തങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് വൻ അപകടം സംഭവിച്ചു. അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപമാണ് വിമാനം തകർന്നു വീണത്. 242 യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. വിമാനത്താവളത്തിൻ്റെ സമീപത്തുള്ള ജനവാസ മേഖലയിലാണ് അപകടം നടന്നത്. ജൂൺ 12 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. എയർ ഇന്ത്യയുടെ ബോയിങ് 787 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് തിരിച്ച വിമാനമായിരുന്നു ഇത്. ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിൽ നിരവധി വിമാന അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയിൽ ചിലത് കേരളത്തെയും രാജ്യത്തെ ആകെയും നടുക്കിയ സംഭവങ്ങളാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലൊന്നാണ് 1996 നവംബർ 12 ഹരിയാനയിലെ ചർക്കി ദാദ്രിയിൽ നടന്ന വിമാന അപകടം. സൗദി അറേബ്യൻ എയർലൈൻസിൻ്റെ ബോയിങ് 747 വിമാനവും കസാക്കിസ്ഥാൻ എയർലൈൻസിൻ്റെ ഇല്യൂഷൻ 76 വിമാനവും ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ച ഈ ദാരുണ സംഭവത്തിൽ 349 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഡൽഹിയിലേക്ക് ലാൻഡ് ചെയ്യാനിരുന്ന കസാക്കിസ്ഥാൻ വിമാനം എയർ ട്രാഫിക് കൺട്രോളിൻ്റെ നിർദ്ദേശങ്ങൾ തെറ്റിച്ച് നിശ്ചിത ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നതാണ് അപകടത്തിന് കാരണമായത്. ആശയവിനിമയത്തിലെ പിഴവുകളും അന്നത്തെ ഡൽഹി വിമാനത്താവളത്തിലെ റഡാർ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും ഈ കൂട്ടിയിടിയുടെ ആഘാതം വർദ്ധിപ്പിച്ചു. ലോക വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ആകാശ കൂട്ടിയിടിയായി ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. ഒരു ഭീകരാക്രമണം കാരണം ഇന്ത്യക്ക് നേരിടേണ്ടി വന്ന വലിയ ദുരന്തമാണ് 1985 ജൂൺ 23 നടന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റ് 182 കനിഷ്ക ബോംബാക്രമണം. മോൺട്രിയൽ, ലണ്ടൻ, ഡൽഹി, ബോംബെ റൂട്ടിൽ സർവീസ് നടത്തുകയായിരുന്ന ഈ ബോയിങ് 747 വിമാനം അയർലൻഡിൻ്റെ തെക്കുപടിഞ്ഞാറൻ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ വെച്ച് തകരുകയായിരുന്നു. ഖാലിസ്ഥാൻ തീവ്രവാദികൾ വിമാനത്തിൽ സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണം. വിമാനത്തിലുണ്ടായിരുന്ന 329 പേരും അതിൽ 262 കനേഡിയൻ പൗരന്മാരും 27 ബ്രിട്ടീഷ് പൗരന്മാരും 24 ഇന്ത്യൻ പൗരന്മാരും ഉണ്ടായിരുന്നു. അവരെല്ലാം മരണപ്പെട്ടു. കാനഡയിലെ ബബർ ഖൽസ എന്ന തീവ്രവാദ സംഘടനയുടെ തലവനായ തൻവീന്ദർ സിംഗ് പർമർ ആയിരുന്നു ഈ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ. കനേഡിയൻ അധികാരികളുടെ വീഴ്ചകളും ഈ ദുരന്തത്തിലേക്ക് വഴിവെച്ചതിൽ വലിയ പങ്കുവഹിച്ചെന്ന് പിന്നീട് വിമർശനങ്ങളുണ്ടായി. ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം കണ്ട മറ്റൊരു വലിയ വിമാന ദുരന്തങ്ങളിലൊന്നാണ് 2010 മെയ് 22 മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് 812 അപകടം. ദുബായിൽ നിന്ന് പുറപ്പെട്ട ബോയിങ് 737-800 വിഭാഗത്തിൽപ്പെട്ട ഈ വിമാനം മംഗലാപുരം വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറി താഴേക്കുള്ള താഴ്വരയിലേക്ക് പതിക്കുകയും തീപിടിക്കുകയും ചെയ്തു. വിമാനത്തിലുണ്ടായിരുന്ന 166 പേരിൽ 158 പേർക്കും ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ഇത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ മാരകമായ അപകടമായിരുന്നു. റൺവേ ടേബിൾ ടോപ്പ് വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ ലാൻഡിങ്ങിന് കൂടുതൽ ശ്രദ്ധ ആവശ്യമായ ഒരു വിമാനത്താവളമായിരുന്നു മംഗലാപുരം. പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകളാണ് അപകടത്തിന് കാരണമെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. റൺവേയിൽ നിശ്ചിത ദൂരത്തിൽ കൂടുതൽ മുന്നോട്ട് പോയി മാത്രം വിമാനം നിരത്തിലിറക്കാനുള്ള പൈലറ്റിൻ്റെ തീരുമാനം പിന്നീട് വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറാൻ കാരണമായി. സഹ പൈലറ്റ് ഗോ എറൗണ്ട്, വീണ്ടും പറന്നുയർന്ന് വീണ്ടും ലാൻഡിങ്ങിന് ശ്രമിക്കുക, അത് ചെയ്യാൻ 3 തവണ ആവശ്യപ്പെട്ടിട്ടും ക്യാപ്റ്റൻ അതിന് തയ്യാറാവാതെ ലാൻഡിംഗ് തുടരുകയായിരുന്നു. ഈ അപകടം ഇന്ത്യൻ വ്യോമയാന മേഖലയിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉയർത്തിവിട്ടു. കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു വിമാനാപകടം 2020 ഓഗസ്റ്റ് 7 കോഴിക്കോട് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് 1344 അപകടമാണ്. ദുബായിൽ നിന്ന് വന്ന വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി പ്രവാസികളുമായി വന്ന ബോയിങ് 737-800 വിമാനം കനത്ത മഴയിൽ റൺവേയിൽ നിന്ന് തെന്നിമാറി 35 അടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു. വിമാനം 2 പിളർന്നു പോയെങ്കിലും തീ പിടിക്കാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. ഈ അപകടത്തിൽ 2 പൈലറ്റുമാരുൾപ്പെടെ 21 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ടേബിൾ ടോപ്പ് റൺവേ ആയ കരിപ്പൂർ വിമാനത്താവളത്തിൽ പ്രതികൂല കാലാവസ്ഥയിൽ പൈലറ്റ് ലാൻഡിങ്ങിന് ശ്രമിച്ചതും വിമാനം റൺവേയിൽ നിശ്ചിത ദൂരത്തിൽ കൂടുതൽ മുന്നോട്ട് പോയി ലാൻഡ് ചെയ്തതുമാണ് അപകടത്തിന് കാരണമെന്നാണ് അന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
എയർ ട്രാഫിക് കൺട്രോളർ നൽകിയ കാറ്റിൻ്റെ വേഗതയെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങളും അപകടത്തിന് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഈ അപകടവും ടേബിൾ ടോപ്പ് റൺവേകളുടെ സുരക്ഷയെക്കുറിച്ചും പ്രതികൂല കാലാവസ്ഥയിലെ ലാൻഡിംഗ് നടപടികളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർത്തി. കേരളത്തിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിമാനാപകടമാണ് 1998 ജൂലൈ 30 കൊച്ചിക്ക് സമീപമുണ്ടായ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 503യുടെ അപകടം. അഗത്തിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊച്ചി വഴി പോകുകയായിരുന്ന ഇന്ത്യൻ എയർലൈൻസിന്റെ ഡോർണിയർ 228 വിമാനം കൊച്ചിയിൽ നിന്ന് പറന്നുയർന്നയുടൻ തകർന്നു വീഴുകയായിരുന്നു. ഈ അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 6 പേരും നിലത്തുണ്ടായിരുന്ന 3 പേരുമടക്കം 9 പേർ മരണപ്പെട്ടു. ശരിയായ അറ്റകുറ്റപ്പണികൾ ഇല്ലാത്തതുകൊണ്ട് വിമാനത്തിന്റെ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ തകരാറിലായതാണ് അപകടത്തിന് കാരണമെന്നാണ് കണ്ടെത്തിയത്. ഇത് വിമാനം കുത്തനെ മുകളിലേക്ക് ഉയർന്നു പൊങ്ങുകയും നിയന്ത്രണം വിട്ട് നിലം പതിക്കുകയും ചെയ്യുകയായിരുന്നു. ഇവ കൂടാതെ നിരവധി വിമാനാപകടങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1988 ഒക്ടോബർ 19 മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോവുകയായിരുന്ന ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 113 അഹമ്മദാബാദ് വിമാനത്താവളത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കവേ തകർന്നു വീഴുകയും 133 പേർ മരണപ്പെടുകയും ചെയ്തു. കുറഞ്ഞ കാഴ്ചാപരിധിയിൽ അനുമതിയില്ലാതെ ലാൻഡിങ്ങിന് ശ്രമിച്ചതാണ് ഈ അപകടത്തിന് കാരണം. 1993 ഏപ്രിൽ 26 ഡൽഹിയിൽ നടന്ന ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 491ന്റെ അപകടത്തിൽ വിമാനം പറന്നുയർന്ന ഉടൻ തകർന്നു വീണ് 55 പേർ മരണപ്പെട്ടു. സാങ്കേതിക തകരാറുകളാണ് ഇവിടെ വില്ലനായത്. 1993 ഏപ്രിൽ 26 ഔറംഗാബാദിൽ നടന്ന ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 491ന്റെ അപകടം അത്യന്തം ദാരുണമായിരുന്നു. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ റൺവേയുടെ അറ്റത്തുണ്ടായിരുന്ന ഒരു ട്രക്കിൽ ഇടിക്കുകയും 55 പേരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തു. പൈലറ്റിന്റെ പിഴവും ഹൈവേ ട്രാഫിക്കിങ്ങിനെ നിയന്ത്രിക്കുന്നതിൽ വ്യോമയാന ഭരണകൂടത്തിനുണ്ടായ വീഴ്ചയുമാണ് ഈ അപകടത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. റൺവേയുടെ സമീപത്തു കൂടി വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ അനുവാദമുണ്ടായിരുന്നത് വലിയ സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തപ്പെട്ടു. ഈ സംഭവം വിമാനത്താവളങ്ങളുടെ സുരക്ഷാ ചുറ്റുമതിലുകളുടെയും പരിസര നിയന്ത്രണത്തിലെയും പ്രാധാന്യം വിളിച്ചോതി. അതുപോലെ 1991 ഓഗസ്റ്റ് 16 ഇംഫാലിൽ സംഭവിച്ച ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 257ന്റെ തകർച്ചയും പൈലറ്റിന്റെ പിഴവ് കാരണം സംഭവിച്ചതാണ്. ഇംഫാൽ ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് വിമാനം തകർന്നു വീണത്. വിമാനത്തിലുണ്ടായിരുന്ന 69 പേരും ഈ അപകടത്തിൽ മരണപ്പെട്ടു. ലാൻഡിംഗ് നടപടിക്രമങ്ങളിലെ പിഴവുകളും പ്രതികൂല കാലാവസ്ഥയും ചേർന്നപ്പോൾ ദുരന്തം സംഭവിച്ചു. 1990 ഫെബ്രുവരി 14 ബംഗളൂരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ നടന്ന ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 605ന്റെ അപകടത്തിൽ 92 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. വിമാനം ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് തകർന്നു വീഴുകയായിരുന്നു. ഈ ദുരന്തത്തിനും പൈലറ്റിന്റെ പിഴവാണ് കാരണമായി കണ്ടെത്തിയത്. ലാൻഡിങ്ങിനായുള്ള തയ്യാറെടുപ്പുകളിലെ വീഴ്ചയും ആശയവിനിമയത്തിലെ തകരാറുകളും ഒരു പ്രധാന പങ്കുവഹിച്ചു. 1988 ഒക്ടോബർ 19 അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം തകർന്നു വീണ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 113യുടെ അപകടം 130 പേരുടെ മരണത്തിന് ഇടയാക്കി. പൈലറ്റിന്റെ പിഴവ് കാരണം വിമാനം ലാൻഡിങ്ങിന് തൊട്ടുമുമ്പ് നിലം പതിക്കുകയായിരുന്നു. മോശം കാഴ്ചാപരിധിയിൽ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് വ്യക്തമായ അനുമതി ലഭിക്കാതെ ലാൻഡിങ്ങിന് ശ്രമിച്ചതാണ് അപകട കാരണമായി പറയപ്പെടുന്നത്. ഈ അപകടം പൈലറ്റുമാർക്ക് മോശം കാലാവസ്ഥയിൽ ലാൻഡിംഗ് നടത്തുന്നതിനുള്ള പരിശീലനത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിച്ചു. ബോംബെ സഹാർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 1982 ജൂൺ 21 നടന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റ് 403യുടെ അപകടം കനത്ത മഴ കാരണം സംഭവിച്ചതാണ്. വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് ഈ അപകടം നടന്നത്. ഭാഗ്യവശാൽ വിമാനത്തിലുണ്ടായിരുന്ന 94 പേർ രക്ഷപ്പെട്ടു. എന്നാൽ 2 ജീവനക്കാരും 15 യാത്രക്കാരും മരണപ്പെട്ടു. പ്രതികൂല കാലാവസ്ഥയിൽ വിമാനത്താവളങ്ങളിലെ സുരക്ഷാ നടപടികളുടെ പ്രാധാന്യം ഈ അപകടം ഓർമ്മിപ്പിച്ചു. 1978 ജനുവരി 1 ബോംബെയിലെ ബാന്ദ്ര തീരത്ത് നിന്ന് പറന്നുയർന്ന് കടലിലേക്ക് തകർന്നു വീണ എയർ ഇന്ത്യ ഫ്ലൈറ്റ് 855ന്റെ ദുരന്തം ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നാണ്. വിമാനത്തിലുണ്ടായിരുന്ന 213 പേരും ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു. വിമാനത്തിന്റെ കോക്പിറ്റിലെ ഒരു ഫ്ലൈറ്റ് ഇൻസ്ട്രുമെന്റിന്റെ തകരാറ് കാരണം ക്യാപ്റ്റന് സ്ഥലപരമായ ദിശാബോധം നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇത് സാങ്കേതിക തകരാറുകൾ വിമാനാപകടങ്ങളിൽ എത്രത്തോളം പ്രാധാന്യമാണെന്ന് കാണിച്ചു തരുന്ന ഒരു അപകടമായിരുന്നു. മലയാളത്തിന്റെ പ്രിയ നടി റാണി ചന്ദ്ര ഉൾപ്പെടെ 95 പേരുടെ ജീവനെടുത്ത ഒരു ദാരുണ സംഭവമാണ് 1976 ഒക്ടോബർ 12 ബോംബെയിൽ നടന്ന ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 171ന്റെ അപകടം. പറന്നുയർന്നയുടൻ എഞ്ചിൻ തകരാറ് മൂലം വിമാനത്തിന് തീപിടിക്കുകയും പിന്നീട് തകർന്നു വീഴുകയുമായിരുന്നു. എഞ്ചിൻ തകരാറ് കാരണം വിമാനം പൂർണ്ണമായും കത്തി നശിച്ചു. 1973 മെയ് 31 പാലം വിമാനത്താവളത്തിന് സമീപം നടന്ന ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 440ന്റെ അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 65 പേരിൽ 48 പേർ മരണപ്പെട്ടു. വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ പൈലറ്റിന്റെ പിഴവ് കാരണം തകർന്നു വീഴുകയായിരുന്നു. 1972 ജൂൺ 14 പാലം വിമാനത്താവളത്തിന് സമീപം തന്നെ ജപ്പാൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 471 തകർന്നു വീഴുകയും വിമാനത്തിലുണ്ടായിരുന്ന 87 പേരിൽ 82 പേരും നിലത്തുണ്ടായിരുന്ന 3 പേരും മരണപ്പെടുകയും ചെയ്തു. ഒരു തെറ്റായ ഗ്ലൈഡ് പാത്ത് സിഗ്നലാണ് അപകടത്തിന് കാരണമെന്ന് ജപ്പാൻ അവകാശപ്പെട്ടപ്പോൾ
പൈലറ്റ് ലാൻഡ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവഗണിച്ചതാണ് അപകട കാരണമെന്ന് ഇന്ത്യ വാദിച്ചു. ഈ അപകടം വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങളിലും ആശയവിനിമയത്തിലും വ്യക്തതയുടെ പ്രാധാന്യം എടുത്തു കാണിച്ചു. 1963 ജൂലൈ 28-ന് ബോംബെ വിമാനത്താവളത്തിന് സമീപം UAEയുടെ ഫ്ലൈറ്റ് 869 തകർന്നു വീഴുകയും 63 പേർ മരണപ്പെടുകയും ചെയ്തു. മോശം കാലാവസ്ഥയും ശക്തമായ കാറ്റും കാരണം വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്ന് കരുതപ്പെടുന്നു. 1962 ജൂലൈ 7-ന് മുംബൈയുടെ വടക്ക് കിഴക്ക് ഒരു കുന്നിൽ തകർന്നു വീണ അലിറ്റാലിയ ഫ്ലൈറ്റ് 771ന്റെ അപകടത്തിൽ 94 പേർ മരണപ്പെട്ടു. ദിശാസൂചികയിലെ പിഴവാണ് ഈ അപകടത്തിന് കാരണമായി കണ്ടെത്തിയത്. ഇന്ത്യയിലെ ആദ്യകാല വിമാന അപകടങ്ങളിലൊന്നാണ് 1949 ജൂലൈ 12-ന് ഖടക്കോബാറിന് സമീപം തകർന്നു വീണ KLM ലോക്ഹീഡ് കോൺസ്റ്റലേഷൻ വിമാനം. ജക്കാർത്തയിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് പോവുകയായിരുന്ന ഈ വിമാനം ന്യൂഡൽഹി ബോംബെ റൂട്ടിൽ വെച്ച് മോശം കാലാവസ്ഥയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന 10 ജീവനക്കാരും 39 യാത്രക്കാരും മരണപ്പെട്ടു. പ്രമുഖ US പത്രപ്രവർത്തകൻ HR നിക്കർബോക്കർ ഇവരിൽ ഉൾപ്പെടുന്നു. പൈലറ്റിന്റെ പിഴവാണ് ഈ അപകടത്തിന് കാരണമായി കണ്ടെത്തിയത്. ഈ അപകടങ്ങളെല്ലാം ഓരോ തവണയും ഇന്ത്യയുടെ വ്യോമയാന സുരക്ഷാ സംവിധാനങ്ങളെയും വിമാനത്താവളങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും പൈലറ്റുമാരുടെ പരിശീലനത്തെയും എയർ ട്രാഫിക് കൺട്രോളിൻ്റെ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഓരോ ദുരന്തവും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പാഠങ്ങളായി മാറുകയും കൂടുതൽ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കാൻ അധികാരികളെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.